അങ്ങനെ നമ്മുടെ പൂരത്തിന്റെ വിശേഷങ്ങൾ ബാക്കി അറിയണ്ടേ? ഏകദേശം കലാശക്കൊട്ടായിട്ടുണ്ട്, ലാസ്റ്റ് ടൈം ആയിട്ടോ. അപ്പോൾ മേളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കാവടിയും ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവരും മലയാളീസ് തന്നെയായിരുന്നു, അല്ലാത്തവരെ ഞാനങ്ങനെ കുറവാട്ടോ കണ്ടത്. എല്ലാവരും മലയാളികളായിരുന്നു. എല്ലാവർക്കും നാട്ടിൽ ഇതുപോലത്തെ ഒരുപാട് പരിപാടികൾ ഉണ്ടാവുമല്ലോ, അതെല്ലാം മിസ് ചെയ്തവർ ഇവിടെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാവടിയൊക്കെ കണ്ട കാലം മറന്നു എന്ന് തന്നെ പറയാം കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന ടൈമിലാണ് ഇതൊക്കെ കാണാൻ പോയേക്കുന്നത്. എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു വീടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാവില്ലേ കുട്ടിക്കാലം മുതൽ ഇങ്ങനെ എന്താ കളിക്കൂട്ടുകാരി എന്നൊക്കെ പറയാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടുകാരി എനിക്കും ഉണ്ട്. പേര് പൊന്നു എന്നാട്ടോ. നമ്മൾ വീട്ടിൽ വിളിക്കുന്ന പൊന്നു എന്നാണ്, ശരിക്കുള്ള പേര് സ്വാന്തോന എന്നാണ്. അപ്പോൾ അവളുടെ കൂടെ ആട്ടോ ഞാൻ മിക്കപ്പോഴും കാവടിയൊക്കെ കാണാൻ പോയിട്ടുള്ളത്. അതൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു ശരിക്കും അതൊക്കെ നല്ല മധുരമുള്ള മെമ്മറി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവല്ലേ അതുപോലെ. അപ്പോൾ കാവടിയൊക്കെ കഴിഞ്ഞു. പിന്നെ DJയും കുറേ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. DJ പരിപാടി കഴിഞ്ഞപ്പോൾ കുറച്ച് സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കതും ഒന്ന് കാണാൻ പറ്റി. ജയറാമേട്ട വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ പാർവതി ചേച്ചി, അങ്ങനെ കുറച്ചധികം സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് തിരിച്ചങ്ങോട്ടേക്ക് പോയിട്ട് നല്ലൊരു അല്ലേ. Okay, so Jairam sir, if you could just speak, address our gathering, please. നമസ്കാരം. ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന പിന്നെ റിയാസ് ഖാൻ കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പുള്ളിനെയൊക്കെ പണ്ട് മൂവിയിൽ കാണില്ലേ, അതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല കേട്ടോ. കറക്റ്റ് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. എനിക്ക് എന്താ പറയുക, നമ്മൾ വെറുതെ പോയതല്ലേ, അപ്പോൾ ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവുമല്ലോ. നമുക്ക് ഒരു പ്രതീക്ഷയില്ലാതെ പോയ ഒരു പരിപാടിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ തൃശ്ശൂർ പൂരം ഒരു ഫംഗ്ഷനിൽ വരുന്നത്. അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ജയറാമേട്ടൻ. ഇതറിയാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ, ഇത് നമ്മുടെ ലോക സിനിമയിലെ വില്ലൻ ഉണ്ടല്ലോ, സാൻഡി മാസ്റ്റർ. അപ്പോൾ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, നമുക്ക് കുറച്ച് സെലിബ്രിറ്റീസിനെ അങ്ങനെ നമ്മൾ കണ്ടു. നമ്മൾ ആദ്യമായിട്ടായിരിക്കും സാൻഡി മാസ്റ്ററിനെ കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ സാൻഡി മാസ്റ്ററിനെ മുന്നോട്ട് വിളിക്കുകയാണ്. സാൻഡി മാസ്റ്റർ, നിങ്ങൾക്ക് മലയാളം തെരിയുമാ ഇല്ലയാ? കുറച്ച് അറിയോ? അപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ തമിഴിൽ യു ക്യാൻ റിപ്ലൈ. സോ നാട്ടിലെ തൃശ്ശൂർ പൂരത്തിന് എന്തൊക്കെയുണ്ടാവോ ആ സെയിം ടീം തന്നെയാട്ടോ ഇവിടെയും. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അനുമോദനങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ജോബ് കുര്യൻ്റെയും പിന്നെ നമ്മുടെ സൈനോരുടെയൊക്കെ എന്താ പറയുക മ്യൂസിക് ഷോ ഉണ്ടായിരുന്നു കേട്ടോ. നാട്ടിലെത്തിയ പോലത്തെ ഫീലിംഗ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ നിൽക്കുമ്പോ. ഒരു രക്ഷയില്ലട്ടാ, നല്ല. ഇനി തൃശ്ശൂർ പൂരം കണ്ടില്ലെന്ന് പറയില്ല കേട്ടോ. അടിപൊളിയായിട്ട് തൃശ്ശൂർ പൂരം അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ.